ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്തൊരു ദിവസമാണ്. അത്യാവശ്യം എല്ലായിടത്തും നനഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. മഴ വരുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ്. വെള്ളപ്പൊക്കത്തിൽ അത്യാവശ്യം നല്ലപോലെ മുങ്ങിക്കിടന്നൊരു ഏരിയ ആണ് കേട്ടത്. ഒരു 5 ദിവസത്തോളം എൻ്റെ വീട് മുങ്ങിക്കിടന്നിരുന്നാണ്. ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കാരണം മഴ എന്ന് പറയുമ്പോൾ എപ്പോഴും സത്യം പറഞ്ഞാൽ പേടി തന്നെയാണ്. അപ്പോൾ രാവിലെ തന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. മഴ തോർന്നിട്ടില്ല, എല്ലായിടത്തും വെള്ളം നിൽക്കുകയാണ്. ചെടികളിലൊക്കെ നല്ലപോലെ വെള്ളം നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാണാനും നല്ല രസമാണ്. മഴത്തുള്ളികൾ ഇങ്ങനെ ചെടികളുടെ മുകളിലൊക്കെ കിടക്കുന്നത് കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഞാൻ ചെടിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആമ്പൽ വിരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ വെറുതെ ഒന്ന് നടന്ന് ഇങ്ങനെ നോക്കുകയാണ്. ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ടൈം ഉണ്ടെങ്കിൽ ആദ്യം ചെടിയുടെ അടുത്തേക്കാണ് ഓടുന്നത്. ചെടിയൊക്കെ ഒന്ന് നോക്കി ഒക്കെ കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ കുടിക്കാറ്, ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് ശേഷം ഞങ്ങൾ കിണർ പണിഞ്ഞ ടൈമിൽ അതിൻ്റെ ഒരു റിങ് അഡീഷണലായിട്ട് വന്നായിരുന്നു. അപ്പോൾ അന്നേരം ആ ഒരു റിങ് ഉപയോഗിച്ചിട്ട് ഹസ്ബൻഡ് തന്നെ ചെയ്തതാണ് കേട്ടോ ഈ ഒരു ആമ്പൽക്കുളം. അപ്പോൾ അതിലൊരുപാട് മീനുണ്ട് കേട്ടോ. ശരിക്കും ഒരുപാട് മീനുണ്ടായിരുന്നു. ആദ്യം മീൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ആമ്പലൊന്നും നട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാർക്ക്, ഗൗര, കാർപ്പ് പോലുള്ള ഫിഷസാണ് കേട്ടോ ഉണ്ടായിരുന്നു വെച്ചത്. അത്യാവശ്യം നല്ലപോലെ വലുതായിരുന്നു. ഇത് ഈ റിങ്ങിൽ നിന്നും പുറത്തേക്ക് ചാടും എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ അതുങ്ങളെയൊക്കെ പിടിച്ച് കിണറ്റിലേക്ക് ഇട്ടിട്ടോ. അപ്പോൾ ചെടി ഈ ഒരു പ്ലാന്റ് നമ്മളുടെ പണ്ട് വീടുകളിലൊക്കെ വേലിയുടെ അരികിലൊക്കെ നട്ടുവെച്ചിരുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ ഈ ഏരിയയിലൊന്നും ഇങ്ങനത്തെ ചെടിയൊന്നും കാണാറില്ല. അപ്പം ഞാനതൊക്കെ ഒന്നൊരു ചെറിയൊരു പോട്ടിലാക്കി നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പം ഞാനെല്ലാം കൂടി ഒന്നിച്ചൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ റോസ വിരിഞ്ഞ് വരുന്നുണ്ട്. റോസയാണ് ഞാനിവിടെ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചിരിക്കുന്ന ചെടി. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ചട്ടി മുഴുവൻ റോസയുടേതാണ്. പക്ഷേ റോസ അധികം എൻ്റെ അടുത്ത് നിൽക്കില്ല. റോസയുടെ മെയിൻറ്റെയിൻ ഇത്തിരി പണിയാണ്. പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ നടക്കണം. അതുകൊണ്ട് വാങ്ങിക്കുന്ന റോസൊന്നും എനിക്ക് ഒട്ടും നിൽക്കാറില്ല കേട്ടോ. പിന്നെ ഈ ഒരു വൈറ്റ് റോസ് ഉണ്ടല്ലോ, അത് ഇവിടെ ഒരുപാട് ഉണ്ടായതാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ചെമ്പരത്തി നിൽക്കുന്ന ആ ഒരു സ്ഥാനത്ത് ആദ്യം ഉണ്ടായിരുന്നത് വൈറ്റ് റോസ് ആയിരുന്നു. ഒരുപാട് പൂക്കളുണ്ടായിരുന്നു കേട്ടോ. 50-ന് മേളിലൊക്കെ പൂക്കളുണ്ടാവുമായിരുന്നു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു 5 വർഷമൊക്കെ ആയപ്പോഴത്തേനും അത് പോയി. പിന്നെ ഈ സൈഡിൽ ചെടിച്ചട്ടിയിലൊക്കെ നട്ടു വെച്ചിരിക്കുന്നത് ബോഗൺവില്ലയുടെ കൊമ്പുകളാണ് കേട്ടോ. അപ്പോൾ ചെടിയൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഈ നിൽക്കുന്ന കപ്പ എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിയെ മുളച്ച് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതിന് മുന്നേ ഇതേപോലെ കപ്പ മുളച്ച് വന്ന് നല്ലപോലെ കപ്പങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഏകദേശം ഒരെണ്ണം ഒരു 2 കിലോ അടുക്കെ വെയിറ്റ് വരുന്ന പോലത്തെ കപ്പങ്ങയായിരുന്നു. അപ്പോൾ കപ്പങ്ങ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. തനിയെ കിടന്ന് മുളച്ചതാണ്. അപ്പോൾ ഇത് ചായ മനസ ചീരയാണ്. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ ചീര വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നത്. പുതിനയിലയാണ് കേട്ടോ. ഇത് പീനട്ട് ബട്ടറാണ് കേട്ടോ. ഞാൻ അന്ന് ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. അതിൻ്റെ കുരുവിട്ട് മുളപ്പിച്ചതാണ്. അപ്പോൾ ചായ മനസ ചീര അത്യാവശ്യം പറിക്കാനായിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വളർന്ന് നിൽക്കുകയാണ്. മോന് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മുട്ട ചിക്കിയിട്ടുള്ള തോരൻ. അപ്പോൾ ഇനി അടുത്തത് അതാണ് എടുക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു സൈഡിൽ ഞാൻ വെള്ള റോസ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഉണ്ടായിരുന്ന വെച്ചതാണല്ലോ, ഒരുപാട് പൂക്കളും ഉണ്ടായിരുന്നതാണ്. പിന്നെ ചെടിച്ചട്ടിയിൽ നട്ടാലും എന്തൊക്കെ ചെയ്താലും നമ്മൾ നിലത്ത് നടുന്ന ആ ഒരു വളർച്ച അതിന് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരെണ്ണം ഞാൻ നിലത്ത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പോയിൻസെറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ. നാടൻ പോയിൻസെറ്റിയ പ്ലാന്റ് ആണ്. അതായത് നമ്മുടെ മേളിലത്തെ ലീഫ് മാത്രം നല്ലൊരു റെഡ് കളർ വരുന്നത്. അപ്പോൾ ഞങ്ങളിത് മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. മൂന്നാർ ആ ഒരു ടൈമിൽ ജനുവരി മാസത്തിൽ എല്ലായിടത്തും ഈ ഒരു പ്ലാന്റ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ കൊണ്ടുവന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു 2 വർഷത്തോളം ആയി. പക്ഷേ ഇവിടെ ഇതുവരെയായിട്ടും ആ ഒരു റെഡ് ലീഫ് കണ്ടിട്ടില്ല കേട്ടോ. അത് വെട്ടിക്കളയാൻ വിഷമമായതുകൊണ്ട് അത്രയും കഷ്ടപ്പെട്ട് പിടിപ്പിച്ചെടുത്താണ്. അതുകൊണ്ട് അങ്ങനെ വെട്ടി നിർത്തിയേക്കാണ്. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ്
ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പറമ്പാണ്, 2 സൈഡും പറമ്പാണ് കേട്ടോ. ബാക്കിൽ വീടുണ്ട്, പിന്നെ ഫ്രണ്ടിലോട്ടായിട്ട് അത്യാവശ്യം വേറെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് രാവിലത്തെ ഒരവസ്ഥ. അപ്പോൾ ഞാൻ ബാൽക്കണി ഒന്ന് കയറി നോക്കിയതാണ് കേട്ടോ. ബാൽക്കണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ ബാൽക്കണി അത്യാവശ്യം വെള്ളം കയറും, മഴച്ചാറ്റിലടിച്ച് കയറും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ് എന്താണ് അവസ്ഥ എന്ന്. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മഴ അങ്ങനെ മഴവെള്ളം വീണിട്ടൊന്നുമില്ല. അപ്പോൾ ചെടികളൊക്കെ അധികം മഴയൊന്നും കൊള്ളാത്ത കാരണം അത്യാവശ്യം ബോഗൺവില്ലയൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ബാൽക്കണി കാഴ്ചകൾ കേട്ടോ. ഇവിടെ ഞാൻ വൈറ്റ് റോസ് നട്ടു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ നിശാഗന്ധിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിലൊരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവുമായിരുന്നു കേട്ടോ. ഒരു 6-7 ഫ്ലവേഴ്സൊക്കെ ഒരേ സമയം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഫ്ലവറൊന്നുമില്ല. പിന്നെ ഇത് നിൽക്കുന്നതെന്ന് വെച്ചൊരു ഒരു കുഞ്ഞു പോട്ടിലാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടൈം പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇത് ഡക്ക് വീഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. താഴെയുള്ള ലീഫ് കുറച്ച് ഗ്രീൻ, അതായത് ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ നല്ലൊരു വയലറ്റ് ഒരു പർപ്പിൾ ഷെയ്ഡായിരിക്കും വരിക. പിന്നെ അത് പഴകുന്തോറും അതിലൊരു ഗ്രീൻ ഷെയ്ഡ് കൂടി വരും. അപ്പോൾ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ കാണാൻ ഭംഗിയായിട്ടുണ്ടാവുക. ഇത് മണി പ്ലാന്റ് ആണ്. ഇങ്ങനെ ഹാങ് ചെയ്ത് കുറച്ച് ചെടികൾ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിശാഗന്ധിയുടെ ഒരു പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒരു ലീഫ് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് നല്ല ഗ്രോത്ത് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ മേളിൽ നിന്ന് താഴത്തേക്കുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ അവിടെ ആ അറ്റത്ത് കാണുന്നത് കിണറാണ് കേട്ടോ. അത് ഞങ്ങളങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്, യൂസ് ചെയ്യുന്നില്ല. ഇടയ്ക്കൊന്ന് ചെടി നനയ്ക്കാനായിട്ട് ഞാൻ അതിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട്, അല്ലാണ്ട് ആ വെള്ളം യൂസ് ചെയ്യുന്നില്ല. അതിലിപ്പം ഫിഷാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റിങ്ങിൽ നിന്ന് മാറ്റിയ ഫിഷ്, അതെല്ലാം അതിൻ്റെ ഉള്ളിലാണ്. നല്ല ലെങ്ത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നല്ല നീളം വെച്ചിട്ടുണ്ട് ഫിഷിനൊക്കെ. പ്രത്യേകിച്ച് ഷാർക്കൊക്കെ ആകുമ്പോൾ അവർ ജീവിക്കുന്ന ചുറ്റുപാടിനനുസരിച്ച് വലിപ്പം വെക്കാൻ കഴിവുള്ളൊരു ഫിഷ് കൂടിയാണ് ഷാർക്ക്. അതുകൊണ്ട് തന്നെ നല്ലോണം വലിപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ബാൽക്കണിയിലെ കാഴ്ചകളെന്ന് പറയുന്നത്. അത്യാവശ്യം ബാൽക്കണിയിൽ ഞാൻ വെച്ചിരിക്കുന്ന അധികം വെയിലൊന്നും കൊള്ളാൻ പാടില്ലാത്ത ചെടികളുണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ കൂടുതൽ ബാൽക്കണിയിൽ വെച്ചിരിക്കുന്നത്. ബാക്കി ഒരു 3 സൈഡ് നമുക്ക് വേറെ വീടുകളോ മരങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് വെയിൽ വീട്ടിലേക്ക് തന്നെ അടിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് അധികം വെയിലൊന്നും കൊള്ളാത്ത ചെടികളാണ് കേട്ടോ ഞാൻ വെക്കുന്നത്. ഇത് എൻ്റെ ഓപ്പൺ ടെറസാണ് കേട്ടോ. ഇവിടെയാണ് എൻ്റെ വാഷിംഗ് ഏരിയ. അപ്പോൾ ഇവിടെയും ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട്, ഓരോരോ പോട്ടിലായിട്ട് കുഞ്ഞു കുഞ്ഞു ചെടികൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. അവിടെയും വെച്ചിട്ടുണ്ട്. ഇനി ഏറ്റവും മേളിലും ഉണ്ട്, അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ചെടികളാണ് കേട്ടോ. ഇത് മേളിലത്തെ ഹോളിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഈ ചെടികളൊക്കെ ഞാൻ എൻ്റെ വീഡിയോസ് മിക്കവാറും എടുക്കാറ് ഈ ഇവിടെ വെച്ചിട്ടൊക്കെ തന്നെയാണ്. അകത്ത് വെച്ചിരിക്കുന്ന സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. സ്റ്റെയറിൻ്റെ ഫസ്റ്റ് ലാൻഡിങ്ങിലാണ് ആ ഒരു പ്ലാന്റ് ഞാൻ വെച്ചിരിക്കുന്നത്. താഴത്ത് മിക്കതും വൈറ്റ് പോട്ടാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് ഹോളാണ്, ഹോളിൽ ചെറിയ പോട്ടിലാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇവിടെയും വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വെള്ളപ്പൊക്കം കഴിഞ്ഞ സമയത്ത് അത്യാവശ്യം കബോർഡ് വർക്കൊക്കെ നല്ലപോലെ നശിച്ചു പോയായിരുന്നു. പിന്നെ രണ്ടാമത് കുറേ വർക്കൊക്കെ അഡീഷണൽ ചെയ്തായിരുന്നു കേട്ടോ ഞങ്ങൾ. പെയിൻ്റൊക്കെ രണ്ടാമത് ചെയ്താണ്. ഫുൾ പെയിൻറ്റ് ബാക്കിലും അകത്തും പുറത്തൊക്കെ രണ്ടാമത് പെയിൻറ്റ് ചെയ്തായിരുന്നു. ഇത് കിച്ചണിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലുള്ള പ്ലാന്റ് ആണ്. ഇത് പാൻട്രീം വെച്ചിരിക്കുന്നതാണ്. പാൻട്രീം വാഷിംഗ് ഏരിയയിലും വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ എവിടെയൊക്കെ ഒരു ചെടി വെക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് അവിടെ ഞാൻ ചെടി വെക്കും. കിച്ചൺ ഏരിയയിലും ഇതേപോലെ പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വർക്ക് ഏരിയ ആണ് കേട്ടോ. വർക്ക് ഏരിയ അടുത്ത് സെറ്റ് ചെയ്താണ്. ഞങ്ങൾ വീട് വെച്ച സമയത്ത് വർക്ക് ഏരിയ എടുത്തിട്ടുണ്ടായിരുന്നില്ല, സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട്, പക്ഷെ വർക്ക് ഏരിയ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വർക്ക് ഏരിയ എടുത്തിട്ട് ഏകദേശം 1 വർഷം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെയും ഇതേപോലെ ചെടികൾ വെച്ചിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ കൂടുതലും കുഞ്ഞു കുഞ്ഞ് പോട്ടിൽ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ 1 വീക്ക് കൂടുമ്പോൾ മാറ്റും കേട്ടോ. 1 വീക്ക് മാത്രമേ അകത്ത് വെക്കുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് 1 വീക്ക് പുറത്ത് വയ്ക്കും. ഇത് പുറത്ത് വർക്ക് ഏരിയയുടെ പുറത്ത് ഗ്രില്ലിൽ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് പുതിനയിലയാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഇത് പൊന്നാങ്കണ്ണി ചീരയാണ് കേട്ടോ. നമ്മളുടെ കാഴ്ചയ്ക്കൊക്കെ നല്ലൊരു ചീരയാണ്. അപ്പോൾ ഇതേപോലെ പോട്ടിൽ നട്ടു വെച്ചിട്ടുണ്ട്. കുറച്ച് ലെങ്ത് ആകുമ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് കറിക്ക് എടുക്കും കേട്ടോ. പിന്നെ ഈ ഒരു സൈഡൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ചെടികൾ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ കുക്കിങ്ങിലേക്ക് കിടക്കുകയാണ്.
അപ്പോൾ ഇഡ്ഡലിക്കാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി നല്ലപോലെ പൊങ്ങിയായിരുന്നു കേട്ടോ. ഞാൻ വൈകുന്നേരം കുറച്ച് നേരത്തെ പോയി അരച്ച് വെച്ചത്. അപ്പോൾ നല്ലപോലെ പൊങ്ങി പുറത്തേക്ക് പോയില്ല, അതേപോലെ ഇരിക്കുകയാണ്. അപ്പോൾ പതിവ് പോലെ തന്നെ ആദ്യം ചായയിൽ തന്നെയാണ് തുടക്കം. അപ്പോൾ ചായക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ മാവ് കുറച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ ഇഡ്ഡലി ആണെങ്കിൽ വൈകിട്ട് ദോശയാണ് മിക്കപ്പോഴും ഉണ്ടാക്കാറ്. അപ്പോൾ ചായ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചായയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ ക്യാപ്പിച്ചീനോ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യാപ്പിച്ചീനോ ആണ് കേട്ടോ ഞാൻ കോഫി ഉണ്ടാക്കിയത്. ഇതേപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഞാൻ ആവശ്യത്തിനെടുത്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് എളുപ്പമാണ്. ഇതിൽ നിന്നൊരു ടീസ്പൂൺ എടുത്ത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. നല്ല സൂപ്പർ കോഫി റെഡിയാവും. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. വർക്ക് ഏരിയയിലാണ് മിക്കപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്നത്. പിന്നെ ഭയങ്കര ചൂട് സമയമൊക്കെ ആണെങ്കിൽ മാത്രമാണ് അകത്ത് ഉണ്ടാക്കുന്നത്. ചായയൊക്കെ എപ്പോഴും അകത്ത് വെച്ച് തന്നെ ആയിരിക്കും കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഫിഷ് ഐറ്റംസ്, ചിക്കൻ ഐറ്റംസ് അതൊക്കെ കൂടുതലും പുറത്ത് തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവ് തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇഡ്ഡലി തട്ടിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ കറിയായിട്ട് സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മിക്കപ്പോഴും തേങ്ങാ ചട്നി ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഉച്ചയ്ക്കും ചോറിന് കൂട്ടാമല്ലോ. അപ്പോൾ സാമ്പാറിനുള്ള പരിപാടികൾ നോക്കാം കേട്ടോ. അപ്പോൾ സാമ്പാറിനുള്ളതും കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് ഇഡ്ഡലിയും ഇപ്പുറത്ത് സാമ്പാറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പൊങ്ങി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാൻ തുടങ്ങാം കേട്ടോ. രാവിലെ ഇഡ്ഡലിയും സാമ്പാറുമാണ്. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. പുറത്ത് ഇപ്പോഴും മഴ തന്നെയാണ് കേട്ടോ. ചെറുതായിട്ട് മഴ പൊടിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇപ്പോൾ കിളികളൊക്കെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. മഴയൊക്കെ ഉള്ള സമയത്ത് ഇവരെല്ലാവരും വന്ന് ഇങ്ങനെ നോക്കി നിൽക്കും. നല്ല രസമാണ് കാണാനായിട്ട്. മിക്കപ്പോഴും ആ വെള്ളത്തിൽ കുളിക്കും. അതിൻ്റെ ഉള്ളിലൊരു ബോട്ടിലിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ടുള്ളൊരു ഏരിയ ആണെങ്കിൽ പോലും നല്ലപോലെ പൊടിയുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഡെയിലി തുടക്കണം. ഇയാൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടോയ്സും അവിടെ ഇവിടെയൊക്കെ വാരി വലിച്ചിടും. ഇതൊക്കെ ഒതുക്കി വെക്കാൻ തന്നെ ഒരുപാട് സമയം വേണം. അപ്പോൾ ഈ തുടക്കുന്ന സമയത്ത് ആളിങ്ങനെ സോഫയിൽ കയറി ഇരുന്നോളൂ കേട്ടോ. നമുക്ക് ശല്യമൊന്നുമില്ല. ഉണങ്ങി കഴിയുമ്പോൾ മാത്രമേ പുറത്തേക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇനി കാണിക്കുന്നത് ഈവനിങ് ടൈമിലെ ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ. ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാനും മോനും മാത്രം ഉള്ളതുകൊണ്ട് വേറെ അഡീഷണൽ കറിയൊന്നും വെച്ചില്ല. സാമ്പാർ തന്നെയാണ് ഞങ്ങൾ കൂട്ടി കഴിച്ചത്. അപ്പോൾ സവാളയോടൊക്കെ ഉണ്ടോ ഞാൻ ഇത് കുഴച്ച് വെച്ചിരിക്കുന്നത്. 2-3 മണിക്കൂർ കഴിഞ്ഞ് ഇത് കുഴച്ച് വെച്ചിട്ട് അപ്പോൾ നമുക്ക് സവാളയോടെ ഉണ്ടാക്കാം. ഇത് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സാണ് കേട്ടോ. സവാളയോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് പരിപ്പോടെയാണ്. പരിപ്പോടയുടെ മാവും ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും ഇതുപോലെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് രാത്രിയിലത്തെ ഫുഡാണ് കേട്ടോ. ഞാനിവിടെ ദോശയാണ് ഉണ്ടാക്കുന്നത്. ദോശ ഇതേപോലെ കട്ടിയിൽ പരത്തിയിട്ട് ഞാൻ അതിൽ സവാള ചേർത്ത് കൊടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ദോശ എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതിൽ സവാള ആഡ് ചെയ്യുന്നത്. സവാള മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.